ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു സുവർണ അധ്യായം കുറിക്കാൻ പോവുകയാണ് ഒരു മലയാളി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടത്തിന്റെ തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് നാസ ശാസ്ത്രജ്ഞനും അടിയന്തര വിഭാഗം ഡോക്ടറുമായ ഡോക്ടർ അനിൽ മേനോൻ. കസാഖിസ്ഥാനിലെ ബൈക്കാനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ പേടകമായ സോയൂസ് MS-29 അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോകുന്നത്. റഷ്യൻ വ്യോമയാന ഏജൻസിയായ റോസ്കോസ്മോസിന്റെ കോസ്മോനോട്ടുകളായ പ്യോട്ടർ ദ്രുബോവ്, അന്ന കിക്കിന എന്നിവരും ഈ ദൗത്യത്തിൽ അനിൽ മേനോന്റെ കൂടെയുണ്ടാകും. 3 പേരടങ്ങുന്ന ഈ സംഘം ബഹിരാകാശ നിലയത്തിൽ ഏകദേശം 240 ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ദൗത്യത്തിനിടയിൽ മനുഷ്യ ശരീരത്തിൽ ദീർഘകാല ബഹിരാകാശവാസം മൂലം ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഭാവിയിലെ ചന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്ക് ആവശ്യമായ അത്യാധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണങ്ങളും ഡോക്ടർ അനിൽ മേനോന്റെ നേതൃത്വത്തിൽ നടക്കും. അമേരിക്കയിലെ മിനിയാപോളിസിൽ ഇന്ത്യൻ ഉക്രൈനിയൻ ദമ്പതികളുടെ മകനായി ജനിച്ച അനിൽ മേനോൻ US സ്പേസ് പേഴ്സിൽ കേണലായും സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. നേരത്തെ ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷന്റെ ഭാഗമായി എവറസ്റ്റ് കൊടുമുടിയിലെ പർവ്വതാരോഹരെ ചികിത്സിച്ച പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. 2021 അനിൽ മേനോനെ നാസ തങ്ങളുടെ ബഹിരാകാശ യാത്രികരുടെ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. പകുതി മലയാളിയായ അനിൽ മേനോൻ ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണ്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് അനിലിന്റെ പിതാവായ ശങ്കരൻ മേനോൻ. സ്പേസ് എക്സ് ജീവനക്കാരിയായ അന്ന മേനോനാണ് അനിലിന്റെ ഭാര്യ. ബഹിരാകാശ ദൗത്യവുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അനിൽ മേനോൻ. ഹാർവാർഡിൽ നിന്നും ന്യൂറോ ബയോളജിയിൽ ബിരുദം നേടിയ അനിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. സ്പേസ് എക്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായിരുന്നു ഇദ്ദേഹം. 2014 അനിൽ മേനോൻ നാസയിൽ ഫ്ലൈറ്റ് സർജനായി എത്തും. 2018 അനിൽ സ്പേസ് എക്സിൽ ചേരുന്നത്. സ്പേസ് എക്സിന്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രയിലെ തയ്യാറെടുപ്പുകളിൽ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പിന്നീട് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദൗത്യങ്ങൾക്കായി സൂപ്പർ ഹെവി റോക്കറ്റിന്റെയും സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകത്തിന്റെയും വികസനത്തിലും അദ്ദേഹം പങ്കാളിയായി. ഇതുകൂടാതെ പോളിയോ വാക്സിനേഷൻ സംരംഭങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി റോട്ടറി അംബാസഡോറിയൽ സ്കോളറായി ഇന്ത്യയിൽ അനിൽ മേനോൻ 1 വർഷം ചെലവഴിച്ചിട്ടുണ്ട്. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള വൈദ്യസഹായത്തിന്റെ ആവശ്യകത കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇപ്പോഴത്തെ ദൗത്യത്തിലുണ്ട്. ഇതിനായി ഓഗ്മെന്റഡ് റിയാലിറ്റിയും കൃത്രിമ ബുദ്ധിരീതികളും ഉപയോഗിച്ച് ഡോക്ടർ അനിൽ അൾട്രാസൗണ്ട് പരീക്ഷണങ്ങളും നടത്തും. അതിനു പുറമെ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ബഹിരാകാശത്ത് വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തും. ഈ അപൂർവ നേട്ടം കൈവരിക്കുന്നതോടെ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിനും ഇന്ത്യക്കും അഭിമാന നിമിഷങ്ങളാണ് സ്വന്തമാകുന്നത്.